മക്കളെ, നിങ്ങൾ നല്ല വഴിക്ക് പോകണം, തെറ്റുകളിൽ നിന്ന് മാറി മാറി നിൽക്കണം, മാതാപിതാക്കൾക്ക് കരുത്താകണം. ഇങ്ങനെ എത്ര മോട്ടിവേഷനുകൾ പറഞ്ഞു വരുന്നത്. പറയുന്ന വാക്കുകൾ ഒരു തരി പോലും ആത്മാർത്ഥതയില്ലാത്ത ഫിലിപ്പ് മമ്പാട് എന്ന ക്രിമിനലിനെ കുറിച്ചാണ്. തനിക്കിതേ ഗൂഢാലോചന എന്ന വാദം പറയുന്ന പീഡകന്റെ എല്ലാ വാദങ്ങളും തെളിവുകൾ കൊണ്ട് പൊലിക്കുകയാണ് പോലീസ്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ നിർണായക വിശദാംശങ്ങൾ പുറത്തുവന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഫിലിപ്പ് മമ്പാട് പോലീസ് ID കാർഡ് ഉപയോഗിച്ചു. ഈ കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ മുറിയെടുത്തത്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലോഡ്ജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഫിലിപ്പ് മമ്പാട് ഇപ്പോഴും റിമാൻഡ്. 2022 സെപ്റ്റംബറിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കോഴിക്കോട് സ്വദേശിയായ 16-കാരി കൌൺസിലിംഗിനിടെ വെളിപ്പെടുത്തിയത്. മോട്ടിവേഷണൽ സ്പീക്കറായ ഫിലിപ്പ് മമ്പാട് കാസർകോട് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഫിലിപ്പ് മമ്പാട് പോലീസ് ID ഉപയോഗിച്ചാണ് ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു എന്ന് കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു. കരുതിക്കൂട്ടിയാണ് 16-കാരിയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചത്. പിന്നീട് അതിജീവിതയുടെ വീട്ടിൽ പോയി ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമാണെന്നും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും റിപ്പോർട്ടിൽ പരാമർശം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും